ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ടേസ്റ്റാണ് ഇത്. എന്തിൻ്റെ ഒപ്പം കോമ്പിനേഷൻ. അപ്പോൾ ഞാനിവിടെ നാളികേര ചട്നിയാണ് എടുത്തിട്ടുള്ള. ചെറിയൊരു നമ്മുടെ ഉഴുന്ന് വടയുടെ നേരിയൊരു ടേസ്റ്റുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ചട്നിയാണ്, മക്കളിവിടെ സോസ് വെച്ചിട്ടാണ് കഴിച്ചത്. അവർക്ക് അതും വെച്ചിട്ട് നല്ല ഇഷ്ടമായി. ഇപ്പം മക്കൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് എന്താ ഉണ്ടാക്കുക എന്ന് എപ്പോഴും ഞാൻ ആലോചിക്കും, അയ്യോ ഒന്നും വെള്ളത്തിലിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് അരയ്ക്കുകയും ഒന്നും വേണ്ട, ഒന്ന് മിക്സിയിൽ മാത്രമുള്ളൂ കേട്ടോ. കുറച്ച് റവയും കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ ആദ്യം 1.5 ഗ്ലാസ് റവ കേട്ടോ, ചെറിയ തരിയുള്ള റവയുണ്ട്. വലിയ തരികളാണെങ്കിൽ ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തപ്പോൾ എൻ്റെ അടുത്ത് ചെറുതാണ്. അപ്പോൾ 1.5 ഗ്ലാസ് റവ, അതിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു ചെറിയൊരു പുളി മാത്രം പാടുള്ളൂ കേട്ടോ. ഭയങ്കര പുളിയായി നമ്മുടെ സ്നാക്കിൻ്റെ ടേസ്റ്റേ മാറും. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ 1.5 ഗ്ലാസ് റവയ്ക്ക് 1/2 ഗ്ലാസ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് വേവിക്കാനും സവാള അരിയാനൊക്കെ നിന്നു. അപ്പോൾ ഒരു 10-15 മിനിറ്റ് എന്തായാലും റെസ്റ്റ് ചെയ്യാതിരുന്നുണ്ട്. റവ ഒന്ന് കുതിർന്ന് വരണം. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം അടച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തുറന്ന് ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ചതാട്ടോ. ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ്. ഞാൻ എപ്പോഴും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എനിക്ക് അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു സവാള കേട്ടോ, നന്നായി കുത്തിയരിയണം. എന്നാലാണ് നമുക്കതിങ്ങനെ എടുത്ത് വെളിച്ചെണ്ണയിൽ ഇടുമ്പോൾ അല്ലെങ്കിൽ വലിയ പീസായി കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. പിന്നെ ഇഞ്ചി, ഒരു മീഡിയം സൈസുള്ള പീസായിട്ടുള്ള ഒരു ഇഞ്ചി ഉണ്ടല്ലോ, അത് നന്നായി കൊത്തിയരിയണം. പിന്നെ പച്ചമുളക്, കുഞ്ഞുമക്കൾ വീട്ടിലുണ്ടെങ്കിൽ പച്ചമുളക് വേണ്ട, ഇത്തിരി മുളക് പൊടി ആഡ് ചെയ്താലും മതി കേട്ടോ. അവർക്ക് കടിക്കുമ്പോൾ അതിങ്ങനെ ഒരു ബുദ്ധിമുട്ടാവില്ല. പിന്നെ എന്താ പറയുക, കറിവേപ്പിലയും ഒന്ന് ഞാനിങ്ങനെ ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. അപ്പം നമ്മളതിങ്ങനെ ഒന്നിച്ച് കഴിക്കും നമ്മളത്. അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്യട്ടെ. നന്നായി മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഉണ്ട പോലെ ഇങ്ങനെ എടുക്കാൻ കിട്ടണം. കണ്ട അതിങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം എൻ്റെ കൈ ഞാൻ മുറിഞ്ഞ കാരണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഇടുന്നത്. കൈ വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊക്കെ നാടൻ ടേസ്റ്റുള്ള സ്നാക്കാണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി. ഓയിലിൽ ചെയ്യണേൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നുക വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ ഞാൻ ഓരോ ടീസ്പൂണായിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ഓരോ ബോൾ പോലെയായിട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും. ഇപ്പം എൻ്റെ കൈ മുറിഞ്ഞിട്ടുള്ള കാരണം തീ ഇങ്ങനെ ആവി പറക്കണ കാരണം കൈ നീറുകയാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് എടുത്തിരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നല്ല ഷേപ്പിൽ കിട്ടും. പിന്നെ അതേപോലെ ഇതിൽ വേണമെങ്കിൽ സോഡാപ്പൊടി ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡയൊന്നും ആഡ് ചെയ്തിട്ടില്ല. അല്ലാണ്ട് തന്നെ അത് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നു. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ ഒരു വ്യത്യാസം വരും അതിൻ്റെ ടെക്സ്ചർ എന്തായാലും. അപ്പം ഞാനിപ്പോൾ സോഡാപ്പൊടി ബേക്കിംഗ് സോഡയൊന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ ഒരു ഭാഗം ഒന്നായി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അത് തീ പിന്നെ നല്ല ചൂടിൽ വേണം നമ്മളിത് ഇടാൻ. ഇട്ടതിന് ശേഷം തീ മീഡിയത്തിലേക്ക് ആക്കുക. ഫുൾ സിമ്മിലാക്കരുത്. ഫുൾ സിമ്മിലാക്കി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കുടിക്കും. അപ്പോൾ ഉള്ളാവും ചെയ്യണം. ഇത് റവയൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. ഉരുളക്കിഴങ്ങ് നമ്മൾ ഓൾറെഡി വേവിച്ചതാണെങ്കിലും റവ വേവിച്ചിട്ടില്ല. അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരണം. അതിന് കാരണം തീ ഒരു മീഡിയത്തിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഈ ഒരു കളറിൽ എടുക്കണം കേട്ടോ. കരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ തൈരിൻ്റെ പുളി പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കുക. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു ഭാഗം അഥവാ ആയില്ലാന്ന് തോന്നുകയാണെന്ന് മറിച്ചിട്ടൊന്ന് എടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാം ഉണ്ടാക്കി ലാസ്റ്റ് 2 എണ്ണം കൂടി ബാക്കി ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറുതായിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ഉഴുന്നുവടയുടെ ഒരു ടേസ്റ്റും വരുന്നുണ്ട്. ചട്നിയുടെ ഒപ്പം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. മക്കൾക്ക് പിന്നെ നാളികേരം
താഴെ മോൾക്ക് നാളികേരം അത്ര ഇഷ്ടമില്ല. അപ്പോൾ അവൾ ചട്നി കൂട്ടിയല്ല കഴിക്കുക. വട വാങ്ങിയാൽ അവൾ ചിലപ്പോൾ സോസൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുക. അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച കാരണം ഒരു മഞ്ഞ കളറായിട്ട് നിൽക്കണത്. അപ്പോൾ അത് ഇഷ്ടമില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.